നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭക്ഷണവുമായി പോലീസും. മണ്ഡല പൂജയടുത്തതോടെ ശബരിമല വീണ്ടും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. ദർശനത്തിന് നീണ്ട ക്യൂ, പമ്പയിലടക്കം നിയന്ത്രണങ്ങൾ. അവധിയായിട്ടും ഇടപെട്ട് ഹൈക്കോടതി. ഭക്ഷണവും വെള്ളവുമായി പോലീസും. ശബരിമല സീസൺ ജനുവരി പകുതിയോടെ മകരവിളക്കോടെ അവസാനിക്കും. നാളെ മണ്ഡല വിളക്കാണ്, അതിനാൽ തന്നെ തിരക്ക് കൂടും. ശബരിമലയിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. ഇന്നലെ 1 ലക്ഷത്തിലേറെ പേരാണ് ശബരിമല ദർശനം നടത്തിയത്. ഇന്നും ശബരിപീഠം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ്. കനത്ത തിരക്ക് കണക്കിലെടുത്ത് പമ്പയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇതിനിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തുന്ന ഘോഷയാത്രയെ ശരംകുത്തിയിൽ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് സ്വീകരിക്കും. വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. നാളെയാണ് മണ്ഡല പൂജ. അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കാൻ ഹൈക്കോടതി ഇന്ന് വീണ്ടും പ്രത്യേക സിറ്റിംഗ് നടത്തും. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള പോലീസ് നടപടിക്കിടെ ഇന്നലെ ദേവസ്വം ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ദേവസ്വം പോലീസും സ്വീകരിച്ച നടപടികൾ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. വഴിയിൽ തടയുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും നൽകുക, ബുക്കിംഗ് ഇല്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, DGP ആവശ്യമെങ്കിൽ ഇടപെടുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി നൽകിയത്. ശബരിമലയിലെ തിരക്ക് പ്രതിസന്ധിയിൽ ക്രിസ്മസ് ദിനത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക സിറ്റിംഗ് നടത്തി. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടിക്ക് സർക്കാരിന് നിർദ്ദേശം നൽകി. ശബരിമലയിലേക്കുള്ള വാഹനങ്ങൾ വഴിയിൽ തടയുകയാണെങ്കിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നും കോടതി നിർദ്ദേശിച്ചു. മണ്ഡലകാലത്ത് പ്രതീക്ഷിക്കുന്ന അനിയന്ത്രിതമായ തിരക്ക് കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. 5 ഇടങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ തടയുന്നുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. പാലാ, പൊൻകുന്നം, ഏറ്റുമാനൂർ, വൈക്കം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളാണ് വാഹനങ്ങൾ തടയുന്നത്. ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുമ്പോൾ ഭക്തർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ആവശ്യമെങ്കിൽ പോലീസ് മേധാവി നേരിട്ട് ഇടപെടണമെന്നും ജില്ലാ ഭരണകൂടം ഇക്കാര്യം കൃത്യമായി ഏകോപിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്ത 5 ദിവസത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ എണ്ണം 90,000 കടന്നിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗുമായി 10,000-ഓളം ഭക്തരും എത്തുന്നതോടെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ഭക്തർ വരുന്ന 2 ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനത്തിനെത്തും. ഇതിനോടൊപ്പം ഏതാണ്ട് 20,000-ഓളം പേർ യാതൊരുവിധ ബുക്കിംഗും കൂടാതെ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇതാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒരു ബുക്കിംഗും കൂടാതെ എത്തുന്നവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയിക്കാൻ ശബരിമലയുടെ സെക്യൂരിറ്റി ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനം പിടിച്ചിട്ടതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന യാത്രക്കാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളവും ഏത്തപ്പഴവും നൽകിയിരുന്നു. ജനമൈത്രി പോലീസാണ് ഭക്ഷണവും വെള്ളവും നൽകിയത്. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നതിനാൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ മല ചവിട്ടുന്നതിന് നിയന്ത്രണമുണ്ടാവും. ചൊവ്വാഴ്ച രാവിലെ 6 മണി വരെ 20,000-ലധികം പേരാണ് 18-ാം പടി ചവിട്ടിയത്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും ഇവിടേക്കുള്ള വഴികളിൽ തീർത്ഥാടകരുടെ നിര നീണ്ടു തന്നെ തുടരുകയാണ്.